കാരണം ഉണ്ണി നിസ്സാരമല്ല എനിക്കറിയാം. ഉണ്ണിനെ ജയിക്കാനായിട്ട് ആയുധം എടുത്താണ് പുറപ്പെട്ടാൽ ഈ 3 ലോകത്തും ഒരാളില്ല. സ്വർഗത്തിലോ ഭൂമിയിലോ ആകാശത്തോ ഒന്നും വേണ്ട. ഒരു തെങ്കിലും ഉണ്ണി ജയിക്കാനല്ല, ഉണ്ണിയുടെ നേരെ വരാൻ പോലും ശരിയുണ്ടാവില്ല ഒരാൾക്കും. ആ പല്ലം കടിച്ച് ചമക്ക കടിച്ച് കണ്ണൊക്കെ ഉരുട്ടി പിടിച്ച് ആയുധത്താണ് വന്നാൽ ഒരാൾ നിൽക്കില്ല. അങ്ങനെയല്ല. ഉണ്ണി പോണോ ഞാൻ പോണോ? അതാ ചോദിച്ചത്. അത് കേട്ട അവസരത്ത് ഇന്ത്യത്തെ കഴിഞ്ഞു ഇറാൻ. എന്താ അച്ഛൻ ഞാൻ പോവാ. ഞാനുള്ളപ്പോ ഒരു കുരങ്ങനെ പഠിക്കാൻ അച്ഛൻ പോയി. അത് വേണ്ട, ഞാൻ ഇപ്പൊ പഠിച്ചുകൊണ്ടിരാം. വേണ്ട, കഥ കഴിക്കാം. ഈ കഥ കഴിക്കണ്ട, ഒരു കാര്യം ചെയ്യൂ. പറ്റുന്നുണ്ടെങ്കിൽ അവനെ ബന്ധിച്ച് ജീവനോട് കൂടി കൊണ്ടുവരാ. എന്താ പറ്റുമോ? ഇറാൻ ആവാ എത്ര കണ്ടാണ് ഞാൻ ഇന്ത്യയിൽ അവിടുന്ന് പോകുന്നു. അതല്ല, ഒരു കുരങ്ങനോടാണ് യുദ്ധത്തിന് പോണത്, കാര്യം ശരി. പക്ഷേ തൻ്റെ നിലവ് നോക്കണല്ലോ. വേഗം സൈന്യങ്ങളോട് പുറപ്പെടാൻ പറഞ്ഞു. ചതുരകാലാണ് 4 സൈന്യങ്ങളോട് പുറപ്പെട്ടു. അതേപോലെ പെരുമ്പറ തുടങ്ങി കൊത്തുകൊഴിഞ്ഞ കേട്ടോ രാജകീയമായിട്ട് തന്നെ പുറപ്പെട്ടെ. ധൈര്യം കയറി കാവക്കാരൻ്റെ വഴി കാണിക്കാനൊക്കെ ആയിട്ട് അത് ഇവിടെ വരാം, ഇവിടെ നിന്നുള്ള കാവക്കാരൻ വഴി കാണിച്ചുകൊണ്ട് ഉദ്യാനത്തിനടുത്തെത്തി. അവിടെ എത്തിയ അവസരത്തിൽ ഹനുമാനും അതെ അക്ഷകുമാരനെ കൊണ്ടോണ്ട് ഇനി ആരും കാണാതില്ലോ. ഇതെന്താ അച്ഛൻ ഇടയ്ക്ക് വേഗം വന്നേത്. ആദ്യം 10,000 ആളുന്നു. അത് കഴിഞ്ഞ 10,000 5,000 കുറഞ്ഞു. അവസാനം 1 പിന്നെ കാണുന്നില്ല. എന്താണ് ഞാൻ ആരാന്ന് മനസ്സിലാവാനായിട്ടാണോ? ഒരു കാര്യം ചെയ്യാൻ പറയാം. നിശ്ചയിച്ച് ആ ഉദ്യാനത്തിന്റെ പുറത്തേക്ക് അവിടെ നല്ല ഉറക്കം വിളിച്ചു പറഞ്ഞു. അഹം ദാശരഥിദാസോഹം. ഞാൻ രാമദൂതനാണ്, രാമന്റെ ദൂതനാണ്, ദാശരഥിദാസനാണ്. ഉറക്കം വിളിച്ചു പോയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ നിൽക്കുമ്പോഴാണ് വലിയ വലിയ ശബ്ദങ്ങൾ. രാവണന്റെ പുത്രനെ കൊന്ന സ്ഥിതിക്ക് രാവണൻ തന്നെയാവും. അതാണ് പൊട്ടുകൊള്ളു കേൾക്കുന്നത്. ഇപ്പൊ വരും. അത് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെരുമ്പറാള് പൊട്ടുകൊഴുകണു. എവിടെ രാവണൻ എവിടെ? അങ്ങനെയൊക്കെ പോയി രാവണനെ കാണാതില്ലോ. സാധാരണ പോലെയല്ല. രാവണനൊരു പ്രത്യേക 10 തലയാ. ഇതൊക്കെ 10 തലയന്മാരാ. 10 തലയുള്ള ഒരാളെ കാണാല്ലേ? എന്താ അത്? രാവണനില്ലേ? അങ്ങനെ ശ്രദ്ധിച്ചപ്പോഴാണ് കേട്ടത്. രാവണനല്ല, ഇന്ദ്രജിത്ത് വിജയിച്ചു.